നാരായണ ദേവി നാരായണ കല്ലു ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 നാരായണ. മോളെ, നാളെ മൂകാംബിയേക്ക് പോകേണ്ടതല്ലേ? ഉറങ്ങണ്ടേ കുട്ടിയെ? എന്നെങ്കിലും മൂകാംബിക ദേവിയുടെ കഥ ഒന്ന് പറഞ്ഞു തരാമോ? അതിനിപ്പ എന്താ കുട്ടിയെന്ന് പേരുള്ളൂ. അതും ക്രൂരനായ ഒരസുരൻ ഉണ്ടായിരുന്നു. ഇന്ദ്രപദവി ലഭിക്കാനായി കമ്പാസുരൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തു. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. എന്തു വരമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? പറഞ്ഞുകൊള്ളുക. പ്രഭു, അങ്ങയുടെ ദർശനത്താൽ ഞാൻ അനുഗ്രഹീതനായി. പ്രപഞ്ചത്തിലെ ഒരു പുരുഷനാലും നാം നിഗ്രഹിക്കപ്പെടരുത് എന്ന വരം നൽകി അനുഗ്രഹിച്ചാലും. തഥാസ്തു. അജയ്യനായിരിക്കുന്നു. നമ്മെ ജയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. നാമിത ഇന്ദ്രലോകം ആക്രമിച്ച് ദേവന്മാരെ കീഴ്പ്പെടുത്തി ദേവലോകത്തിന്റെ അധിപതിയാകാൻ പോകുന്നു. ദേവഗുരു, കമ്പാസുരൻ ഞങ്ങളെ ദേവലോകത്തിൽ നിന്നും ആട്ടിപ്പായിച്ചിരിക്കുന്നു. ഈ ദുർയോഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ. കമ്പാസുരന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ എന്താണ് വഴി? മഹാദേവന്റെ വരബലമുള്ള കമ്പാസുരനെ വധിക്കാൻ ത്രിദേവിമാരായ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നിവരുടെയും ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും മൂലശക്തികൾ ആവാഹിച്ച് ഒരു ഏക സ്ത്രീ ശക്തിയുണ്ടാകും. സാക്ഷാൽ പരാശക്തി തന്നെ അവതാരമെടുക്കും. ഭയപ്പെടാതിരിക്കുവിൻ. തന്നെ വധിക്കുവാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞ കമ്പാസുരൻ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാനായി കഠിന തപസ് ആരംഭിച്ചു. വത്സ, എന്തിനാണ് വീണ്ടും ഈ കഠിന തപസ്? കമ്പാസുര, ദേവി സരസ്വതി നിന്നെ മൂകനാക്കി നമ്മോട് വരം ചോദിക്കുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. നമ്മുടെ വരബലത്താൽ നീ മഹാപരാധങ്ങൾ ചെയ്തിരിക്കുന്നു. നിന്റെ പാപത്തിന്റെ ബലം അനുഭവിക്കാൻ തയ്യാറെടുത്തുകൊള്ളുക.
അതിനുള്ള ഫലം അനുഭവിച്ചുകൊള്ളുക. മൂകാസുരനെ വധിച്ചതിനാൽ പരാശക്തി ദേവി മൂകാശ്രീ ശങ്കരാചാര്യർ വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു. ഇവിടെ നിന്നും അദ്ദേഹത്തിന് ചിലങ്കിയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നതായി അനുഭവപ്പെട്ടു. അമ്പലത്തിന് ചുറ്റും ശ്രദ്ധിച്ചപ്പോൾ അവിടെ അലൗകികമായ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. മഹാഭാഗ്യം, മഹാഭാഗ്യം. ദേവി, നാം എത്ര ഭാഗ്യവാനാണ്. ദേവി അടിയന് മുന്നിൽ അവതരിച്ചല്ലോ. മുജ്ജന്മ പുണ്യം, മഹാഭാഗ്യം. അമ്മേ, ഈ ഭയങ്കര രൂപം എന്നെ ഭയചകിതനാക്കുന്നു. ശാന്തസ്വരൂപത്തിൽ അവിടുന്ന് അടിയന്റെ മുന്നിൽ വരണമേ ദേവി. തഥാസ്തു. അമ്മേ ഭഗവതി, ഞാൻ എത്ര പുണ്യം ചെയ്തവനാണ്. ലോകമാതാവ് ഇതാ എന്റെ മുന്നിൽ. ഞാൻ കാണുന്നത് സ്വപ്നമോ? അമ്മേ, അങ്ങ് എനിക്ക് ഒരു ആഗ്രഹം സാധിച്ചു തരണമേ. വത്സ, പറഞ്ഞാലും. ദേവി, പല നാളായുള്ള അദമ്യമായ ആഗ്രഹമാണിത്. മലയാള ഭൂമിയിൽ ഒരു സരസ്വതി ക്ഷേത്രമില്ല. അവിടെ ദേവി ചൈതന്യം നിറഞ്ഞ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണം. അങ്ങ് എന്റെ കൂടെ മലയാളക്കരയിലേക്ക് ആഗതയായാലും ദേവി, ആ ഭൂമി പുണ്യഭൂവാക്കിയാലും. അങ്ങനെയാവട്ടെ. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന തെറ്റിച്ചാൽ ഈ ആഗ്രഹം മുടങ്ങുന്നതായിരിക്കും. എന്താണത് ദേവി? അങ്ങ് പറയുന്ന ഏതു നിബന്ധനയും ഞാൻ അനുസരിക്കാം. ദയവായി പറയൂ ദേവി. നാം മലയാളക്കരയിലേക്ക് വരാം. അങ്ങ് മുൻപേ നടക്കുക, നാം പിമ്പേ വരാം. അങ്ങനെ നടക്കുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ നാം പിന്നീട് ഒരടി പോലും ചലിക്കുകയില്ല. നിന്ന സ്ഥലത്തു തന്നെ ഉപവിഷ്ടയാണ്. ഇതാണ് എന്റെ നിബന്ധന. ദേവി, ഈ നിബന്ധന അടിയൻ ഒരു കാരണവശാലും തെറ്റിക്കുകയില്ല. എങ്കിലിതാ മുൻപേ നടന്നോളൂ, നാം പുറകിലുണ്ട്. Namaste.
ഞാൻ പറഞ്ഞതല്ലേ തിരിഞ്ഞു നോക്കരുതെന്ന്. അങ്ങ് നിബന്ധന തെറ്റിച്ചിരിക്കുന്നു. ഇനി നാം ഈ നദീതീരത്തു നിന്ന് ഒരടി മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. അയ്യോ, ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തത്. അമ്മേ, പൊറുക്കണേ. ചിലങ്കയുടെ ശബ്ദം നിലച്ചതോടെ ഏതോ ഒരു ഭ്രമത്തിൽ തിരിഞ്ഞു നോക്കിയതാണ്. ക്ഷമിക്കണം അമ്മേ. മലയാള മണ്ണിലേക്ക് അങ്ങ് കൂടെ വരണമേ ദേവി. ഭക്ത, നാം ഇവിടെ ഉപവിഷ്ടയായത് ഒട്ടും വിഷമിക്കേണ്ട. മലയാള മണ്ണിലേക്കായത് ഒട്ടും വിഷമിക്കേണ്ട. മലയാള മണ്ണിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ എത്തും. ഇനി മുതൽ പ്രഭാത പൂജാ സമയത്ത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലും ഉച്ചപൂജാ സമയത്ത് ഇവിടെയും നാം ദർശനമറിയും. സൗവർണികാ തീരത്ത് ദേവി പരാശക്തി മൂകാംബികാ ദേവിയായി പ്രത്യക്ഷപ്പെട്ടു. പ്രതിഷ്ഠാകർമ്മങ്ങളും പൂജാവിധികളും ശ്രീ ശങ്കരാചാര്യരുടെ ആഭിമുഖ്യത്തിലായിരുന്നു നടന്നത്. അന്നു മുതൽ നടത്തിവരുന്ന പൂജാവിധികളാണ് ഇന്നും മൂകാംബികാ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. സകല വിദ്യാസ്വരൂപിണിയായി സർവൈശ്വര്യദായിനിയായി സകല